പഞ്ചാബിൽ നിന്നും ഏപ്രിൽ 23-ന് അതിർത്തി കടന്നുവെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണ്ണകുമാർ ഷായെ മോചിപ്പിച്ചു. ഇദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറി. അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ തണൽ തേടി മരച്ചുവട്ടിൽ ഇരുന്നപ്പോഴാണ് പാക് റേഞ്ചേഴ്സ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാർ തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം രാവിലെ പ്രോട്ടോകോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വാഗ അട്ടാരി അതിർത്തി വഴിയാണ് ഷായെ കൈമാറിയത്. നേരത്തെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പിടിയിലായപ്പോഴും പാകിസ്ഥാൻ ഇതേ വാഗ അട്ടാരി അതിർത്തി വഴിയാണ് കൈമാറ്റം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഇദ്ദേഹം പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത്. കർഷകരെ സഹായിക്കാൻ പോയതായിരുന്നു അവിടേക്ക് PK ഷാ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടേതും അല്ലാത്ത നോമാൻസ് ലാൻഡിൽ കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട്. ഈ മേഖലയിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം വിളവുകൾ നീക്കാൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. അതിർത്തി മേഖലയിൽ നിന്നും ഇതിനു മുമ്പ് തന്നെ PK ഷായെ പിൻവലിച്ചിരുന്നു. എന്നാൽ കൃഷിസ്ഥലങ്ങൾ വെട്ടിവൃത്തിയാക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് കർഷകർക്ക് സഹായം നൽകാൻ ഷായെ ഇവിടേക്ക് നിയോഗിച്ചതായിരുന്നു.